മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ കുഞ്ഞുമക്കൾ, ബാലിക ബാലന്മാർ, യുവജനങ്ങൾ, ദമ്പതികൾ, പ്രേക്ഷിത ഗണങ്ങൾ, അപ്പസ്തോല ഗണങ്ങൾ, സഹനപ്പൂക്കൾ, സ്ട്രീറ്റ് മിനിസ്ട്രിയിലുള്ളവർ എല്ലാവരും ഇതാണ് ചേർന്നിരിക്കുകയാണ്. വചനമാണ് നമ്മുടെ ജീവിതത്തിന് സന്തോഷം നൽകുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചിട്ട് എത്ര കാലമായി അല്ലേ? ആത്മാർത്ഥമായി ഒന്ന് ചിരിച്ചിട്ട്, ടു സ്മൈൽ മീൻസ് ഐ ലവ് യു, ടു സ്മൈൽ മീൻസ് ഐ റെസ്പെക്ട് യു, ടു സ്മൈൽ മീൻസ് ഐ മേക്ക് യുവർ ലൈഫ് ഹാപ്പി. ഞാൻ നിന്റെ ജീവിതത്തെ സൗഭാഗ്യപ്രദമാക്കി മാറ്റാമെന്ന് ഇതാ വചനമാകുന്ന യേശു നമ്മുടെ പക്കലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്. സങ്കീർത്തനം 37:4, കർത്താവിൽ ആനന്ദിക്കുവിൻ, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? ആ യേശുവിനെ കണ്ടിട്ടുണ്ടോ? യേശു പറയാണ്, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരും. എൻ്റെ പേര് ഡെയ്സി, എൻ്റെ നാട് അങ്കമാലി. ഞാൻ സഹനപ്പൂക്കളിലുള്ള ഡെയ്സിയാണ്. ഞാനൊരു അനുഭവ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 വർഷമായി ഞാൻ പ്രയർ ലൈൻ കൂടുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ ജൂലൈയിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഒത്തിരി നാളുകളായി ഡോക്ടർ അത് ചെയ്യാൻ പറയുകയായിരുന്നു. പിത്തസഞ്ചി റിമൂവ് ചെയ്യുന്നതായിരുന്നു ഓപ്പറേഷൻ. എനിക്ക് പേടിയായിരുന്നു. എന്താവുമെന്നും എങ്ങനെ വരുമെന്നും എനിക്കറിയില്ല. മൂക്കിൽക്കൂടെ ട്യൂബ് ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം ഞാൻ പേടിച്ചു. എനിക്കത് മാത്രം വേണ്ട എന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ പ്രയർ ലൈൻ കൂടുന്നതും. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ആ പ്രയർ ലൈനിൽ നിന്ന് കിട്ടി. ശക്തി കിട്ടി, സന്തോഷം കിട്ടി. നീ എന്തിനാ പേടിക്കുന്നേ എന്ന് ഈശോ പറയുന്നത് പോലെ നീ രണ്ടും കൽപ്പിച്ച് അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അച്ഛനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ആ ഓപ്പറേഷൻ പൂർത്തിയാക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. ഇപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പമില്ല അത് ചെയ്തിട്ട്. അന്ന് ചെയ്തില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളായി മാറിയേനെ. ദൈവം എനിക്ക് അതിനുള്ള ശക്തി തന്നു ഈ പ്രയർ ലൈൻ വഴി. സഹന വഴികളിൽ നമ്മൾ ബലഹീനരാകേണ്ട, ശക്തനായവൻ നമ്മെ കാണുകയും നമ്മെ നയിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സാക്ഷ്യം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കർത്താവാണ് നമ്മോട് പറയുന്നത്, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സാധിപ്പിച്ചു തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.